തിരുവനന്തപുരത്ത് വെമ്പായത്ത് നിയന്ത്രണം വിട്ട KSRTC ബസ് ബൈക്കിൽ ഇടിച്ച ശേഷം കടയിലേക്ക് ഇരച്ചു കയറിയ അപകടത്തിന്റെ വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നു. ഇതിലിപ്പോൾ വരുന്ന ദാരുണമായ വിവരം, ആ ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരിക്കുകയാണ്. കൊഞ്ചിറ സ്വദേശി ജയചന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റ് നിരവധി പേര് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. അഷിൻ ഡിയാഗോയാണ് ചെയ്തത്. അഷിൻ, ഗുരുതരമായി പരിക്കേറ്റിരുന്ന ആൾ ഇപ്പോൾ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിത് അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. MC റോഡിന് സമീപത്തായി തന്നെ നിയന്ത്രണം വിട്ട KSRTC ബസ് ഒരു ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ ദേഹത്തു കൂടി കയറി ഇറങ്ങി നേരെ ഈ കാണുന്ന കടയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ്സിന്റെ ഡ്രൈവർ അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭാഗ്യവശാൽ ഈ കടയിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും സംഭവിച്ചിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ബൈക്കുകളെയും ഈ ബസ് ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് നേരെ ഈ കടയിലേക്ക് ഇടിച്ചു കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപകട കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ കാണുന്ന MC റോഡ് ഭാഗത്ത് നിന്ന്, അതായത് ചടയമംഗലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്, അനന്തപുരി ലിമിറ്റഡ് സ്റ്റോപ്പ് വേനാട് ബസ്സാണ് നിലവിലിപ്പോൾ ഈ കടയിലേക്ക് ഇടിച്ചു കയറിയിട്ടുള്ളത്. ഒരു ഫ്രൂട്ട്സ് വ്യാപാര കടയാണ്. ഈ കടയിൽ സാധാരണഗതിയിൽ ആളുകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഭാഗ്യവശാൽ ഇന്ന് തിരക്ക് കുറവായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ ഭാഗത്ത് നിറയെ വാഹനങ്ങളുണ്ടായിരുന്നു. ഈ വാഹനങ്ങളെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് ഈ കാണുന്ന KSRTC ബസ് ഈ കടയിലേക്ക് ഇടിച്ചു കയറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ നാട്ടുകാർ പറയുന്ന അനുസരിച്ച് ഈ ഭാഗത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാണ്. കാരണം ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ്. സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വാഹനങ്ങൾ അമിത വേഗത്തിൽ എത്തുന്നതും ഇത്തരത്തിൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് പതിവാണ് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയെല്ലാം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ ബസ് ഓടിച്ച ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനം, അതായത് ഈ ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജയചന്ദ്രൻ എന്ന ഒരു 53-കാരനാണ്. അദ്ദേഹമാണ് ഈ ഒരു അപകടത്തിൽ, അദ്ദേഹത്തിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ബസ് ഇടിച്ച ശേഷം ഇദ്ദേഹത്തിന് പുറത്തുകൂടി ബസ് കയറി ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ. ഈ വാഹനത്തിലായിരുന്നു ജയചന്ദ്രൻ ഉണ്ടായിരുന്നത്. ഈ വാഹനം പൂർണ്ണമായും തന്നെ അത് നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബസ്സിന്റെ മുൻഭാഗം നമുക്ക് കാണാൻ കഴിയും. ബസ്സിന്റെ മുൻഭാഗം ഇവിടെ ഉണ്ടായിരുന്ന 2 കടകളിലേക്കാണ് ഇടിച്ചു കയറിയിട്ടുള്ളത്. കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബസ്സിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബസ് ഇടിച്ച സമയത്ത് വലിയൊരു ശബ്ദമോടുകൂടിയാണ് ബസ് ഇടിച്ചു കയറിയിട്ടുള്ളത്. വാഹനത്തിന്റെ ടയർ പഞ്ചറായതാണോ, എന്താണ് കാര്യം എന്നുള്ളത് ഇപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരെ സ്ട്രെയിറ്റ് റോഡിൽ വന്നിരുന്ന ബസ്സാണ്. ഈ കടന്ന 3 കടകൾ ഒരൊറ്റ കടയായിരുന്നു. ഈ മൂന്നായി ഭാഗിച്ചിട്ടുള്ള ഒരു കടയാണ്. 3 കടയിലേക്കുമാണ് പ്രതികരണം കൂടി തേടാമെന്ന് തോന്നുന്നു. ഒരു കടയിലേക്കാണ് ഇത് ഇടിച്ചു കയറിയിരിക്കുന്നത് അല്ലേ? വരുന്ന 3 കടകളിലേക്കാണ് ഇടിച്ചു കയറിയിട്ടുള്ളത്. ആ സമയം ഇവിടെ ആളുകൾ കുറവായിരുന്നു. ഈ ആളുകളെല്ലാം ഇവിടെ അപകടങ്ങൾ അറിഞ്ഞ് വന്ന ആളുകളാണ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരാരും ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസ് അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരെ ആംബുലൻസുകളിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കടയുടെ ഓണർ അടക്കം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ, നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണോ? അപ്പോഴില്ലായിരുന്നു, സൗണ്ടായിട്ട് ഓടിക്കൂടിയതാണ്. വലിയ ഒച്ച കേട്ടിട്ടാണ് ബസ്? ഭയങ്കര സൗണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു റോഡ് തന്നെ. ഇതൊന്നും റോഡിന് ഭീതിയില്ല. അപ്പോഴും അത് ഞാൻ കണ്ടില്ല. വിനീത, ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഈ അപകട സമയം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. ഈ കടകളിലെ ആളുകൾക്കെല്ലാം നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അവർ ആ ഒരു ഷോക്കിലാണ്. അവരെയും ഇവിടെ നിന്ന് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ അപകടം, അതായത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത്, ഈ MC റോഡിന്റെ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയായിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേട്ടാ, ഇവിടെ എപ്പോഴും അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്? തീർച്ചയായിട്ടും ഇവിടെ എപ്പോഴും അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവിടെ പലരും മോട്ടോർ സൈക്കിളിലൊക്കെ വരുന്ന സമയത്തെ നോക്കാതെ ഹൈ സ്പീഡ് റോഡാകൊണ്ട് ഹൈ സ്പീഡിനാണ് വരുന്നത്. 2 വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടി മാത്രമേ ഇവിടെ സഞ്ചരിക്കാനുള്ള സൗകര്യമുള്ളൂ. ആ ഭാഗങ്ങളിൽ ഹൈ സ്പീഡോടുകൂടിയാണ് വാഹനം വരുന്നത്. സീബ്ര ലൈനുണ്ട്, ആരും ശ്രദ്ധിക്കുക പോലുമില്ല. ഇത്രയും സ്പീഡിന് വന്ന ഒരുപാട് കുട്ടികളെയും കൊണ്ട് നീന്താൻ സ്വിമ്മിംഗ് പൂളിലേക്ക് വരുന്നുണ്ട്. ഇത്രയും സ്പീഡിന് വരുന്ന പ്രകാരം ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ഒരു മരണപ്പെട്ട സ്ഥലമാണ് ഇവിടെ. ബസ് അപകടം നടക്കുമ്പോൾ ചേട്ടൻ പരിസരത്തുണ്ടായിരുന്നു? ബസ് അപകടം നടന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. എല്ലാവരും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിയും അവിടെ കഴിഞ്ഞ ആഴ്ച നടന്നു. അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ഇരിക്കണം. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ നടന്ന് ഒടിഞ്ഞ് വീട്ടിലിപ്പം ട്രീറ്റ്മെൻറ്റ് ഇരിക്കണം. എനിക്ക് പോലും ഇവിടെ അവിടെ നടന്ന് ഒരു വിരൽ നഷ്ടപ്പെട്ടതാണ്. പിന്നെ രണ്ടാമത് ഇന്നിപ്പം അപകടം നടന്നതിന് ശേഷം എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ച്, അതിൽ കൂടാതെ ഒരാളുടെ ബോഡി സ്പോട്ട് ഡെത്തായിരുന്നു. അതിനെ ഞങ്ങൾ അടുത്ത ആംബുലൻസിൽ കയറ്റി വിടുകയാണ് ചെയ്തത്.
അതായത് ഈ ബൈക്കിലുണ്ടായിരുന്ന കൊഞ്ചിറുവിള സ്വദേശിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ബസ് കയറി ഇറങ്ങി തൽക്ഷണം ആ റോഡിൽ തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ആ വാഹനത്തിന്റെ അവസ്ഥ കണ്ടതാണ്. വാഹനം പൂർണ്ണമായും തന്നെ തകർന്ന ഒരു അവസ്ഥയാണ്. ഈ കാണുന്ന ആ റോഡിലൂടെ, അതായത് അവിടെ നിന്നും നേരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു. നമുക്ക് ആ റോഡിൽ കൃത്യമായി തന്നെ ട്രാക്കിൽ ഈ ബസ് തെന്നി മാറുന്നതും ഈ ബൈക്ക് യാത്രികനെ നിരക്കിക്കൊണ്ട് ബസ് ഇങ്ങോട്ടേക്ക് എത്തുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. നിലവിലിപ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള ട്രാഫിക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പോലീസുകാർ അവരെ വാഹനങ്ങൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറായി വാഹനങ്ങൾ ഇവിടെ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. നാട്ടുകാരെല്ലാവരും പറയുന്നത് ഇത്തരത്തിൽ ഇവിടെ അപകടങ്ങൾ സ്ഥിരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വാഹനങ്ങൾ നമുക്ക് ആക്റ്റീവയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. പൂർണ്ണമായും തന്നെ ഈ വാഹനം തകർത്തിട്ടുണ്ട്. ബസിന്റെ മുൻഭാഗം മുഴുവനായും തന്നെ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായിരുന്നു വേണാട് ബസ്. ഈ ബസ്സാണ് നിലവിൽ ഇപ്പോൾ 3 കടകളിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറ്റൊരു കടയിലേക്ക് ഇടിച്ച് ഇപ്പോൾ നിന്നിട്ടുള്ളത്. ഈ ബസിന്റെ നിയന്ത്രണം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് റോഡിന്റെ അവസ്ഥ കാണാൻ കഴിയുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ബ്ലഡ് ആണ് ഇവിടെ ഇപ്പോൾ. ശരി, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കുകയില്ല. കൊഞ്ചിറ സ്വദേശി ജയചന്ദ്രനാണ് മരിച്ചിരിക്കുന്നത്. 3 കടകളിലേക്കാണ് ഈ KSRTC ബസ് പാഞ്ഞു കയറിയിരിക്കുന്നത്. അഷിൻ ഡിയാഗോയാണ് ആ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വെമ്പായത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.